Hi dear students, welcome to Science Magnified. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസിലെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ പേജ് നമ്പർ 1 and 2 ടോപ്പിക്സ് ആണ് നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ആർ ബിഗിനിങ് വിത്ത് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്താണ്? നമ്മൾ എല്ലാവരും ജനിച്ചപ്പോൾ തൊട്ട് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലെ. വി ആർ ഓൾ ക്യൂരിയസ് അല്ലെ. പല കാര്യങ്ങളും അറിയാനായിട്ട് ഇത്തിരി ആഗ്രഹമുള്ളവരാണ് നമ്മൾ അല്ലെ. ഹ്യൂമൻ ബീങ്സ് ആർ നാച്ചുറലി ക്യൂരിയസ്. നമ്മുടെ ബിഹേവിയർ തന്നെ എന്താണ്? വളരെ ക്യൂരിയോസിറ്റി നിറഞ്ഞതാണ് അല്ലെ. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ. എന്താണ് ഇത്? എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലും ഉടനെ നമ്മൾ ചോദിക്കുക, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ടല്ലോ. ഇതാണ് ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ക്യൂരിയോസിറ്റി ഇൻസ്പയർസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കവറി. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ക്യൂരിയോസിറ്റിയാണ്. ഈ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കിഡ്സ് ലവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് നേച്ചർ. നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. നമുക്കറിയാവുന്നവരോട് എല്ലാം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെല്ലാം കണ്ടറിയാനും കേട്ടറിയാനും നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമാണ്. സയൻസ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് അവർ വേൾഡ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് സയൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഉള്ളിലുള്ള ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ ആര് വേണം? സയൻസ് വേണം. സയൻസ് അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. സയൻസ് പഠിച്ചാലേ നമുക്ക് നമ്മുടെ ഈ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടത്തുള്ളൂ. ക്യൂരിയോസിറ്റി ലീഡ്സ് ടു ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അതായത് അതിനർത്ഥം എന്താണ്? നമുക്ക് ഉള്ളിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ മാത്രമേ നമുക്ക് പിന്നെയുള്ള പഠനങ്ങളെ സഹായിക്കത്തുള്ളൂ അല്ലെ. നമുക്ക് വളരാനായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയണം അല്ലെ. നമ്മൾ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. സോ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പഠനവും വളർച്ചയും ഉണ്ടാവുന്നത് അല്ലെ. സോ നമ്മുടെ വളർച്ചയിലും പഠനത്തിലും നമ്മളെ സഹായിക്കുന്നത് ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി, ഇതിന്റെ ഡെഫിനേഷൻ എന്താണ് ക്യൂരിയോസിറ്റിയുടെ? ക്യൂരിയോസിറ്റി മീൻസ് wanting to know more about what we see around us. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. സോ ക്യൂരിയോസിറ്റി എന്താണ്? മീൻസ് wanting to know more about what we see around us. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹത്തെയാണ് ക്യൂരിയോസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. From tiny grains of sand to tall mountains, everything is interesting to explore. അതായത് നമ്മൾ എല്ലാവരും ബീച്ചസിൽ പോകാറുണ്ട് അല്ലെ. ബീച്ചിൽ പോകുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ മണൽത്തരികൾ കാണാറുണ്ട് അല്ലെ. അതില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ അവിടെ ഇങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ കുന്നും മലകളൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ കണ്ടറിയാറില്ലേ എങ്ങനെയാണ് ഈ കുന്നും മലയും ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബീച്ചിൽ ഈ സാൻഡൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മണൽത്തരികളായിട്ട് കാണപ്പെടുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ഇതിനെയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം പിന്നിലുള്ള കാരണങ്ങൾ അറിയാനുള്ള ആഗ്രഹത്തെയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. നോ, സയൻസ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ബോത്ത് സ്മോൾ ആൻഡ് ലാർജ് വണ്ടേഴ്സ് ഓഫ് നേച്ചർ. ഈ ലോകത്തിലെ എത്ര തന്നെ ചെറിയതും വലുതുമായ കാര്യങ്ങളായിക്കോട്ടെ അതിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് സയൻസ് ആണ് അല്ലെ. സയൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് പിന്നിലുള്ള കാര്യങ്ങളും രഹസ്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള, നിങ്ങളുടെ ചെറുതിനെ തൊട്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? വൈ ഡു സ്റ്റാർ ഷൈൻ? എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങളെ മിന്നുന്നത് അല്ലെ. സ്റ്റാർസ് വൈ ട്വിങ്ക്ലിംഗ് അല്ലെ. ഇങ്ങനെ എപ്പോഴും സ്റ്റാർസ് ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുക അല്ലെ. നമ്മളെ നോക്കി കണ്ണ് ചിമ്മുന്നത് പോലെ അല്ലെ. വൈ ഡു സ്റ്റാർ ഷൈൻ? അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും വണ്ടർ ചെയ്തിട്ടുണ്ടാവും അല്ലെ എല്ലാവരും. യെസ്. ഹൗ ഡു ഫ്ലവേഴ്സ് ബ്ലൂം? പൂക്കൾ പൂക്കുന്നത് എങ്ങനെയാ? ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ മൊട്ടായിട്ടായിരിക്കും നിൽക്കുന്നത് പൂ. അടുത്ത ദിവസം നിങ്ങൾ പോയി നോക്കുമ്പോൾ മൊട്ട് വിരിഞ്ഞ് വളരെ ഭംഗിയുള്ള ഒരു പൂവായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. യെസ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു സീഡ്സ് ആസ് ദേ ഗ്രോ? ഇനി എന്താ? നമ്മളൊരു വിത്ത് കൊണ്ടൊരിടത്ത് കുഴിച്ചിട്ടു, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? അവിടെ വേറൊരു പുതിയ കുഞ്ഞു പ്ലാന്റ് വരും അല്ലെ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിനെന്ത് പറ്റും? അപ്പൊ വിത്തിന് എന്താ സംഭവിച്ചത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട് അല്ലെ. വാട്ട് മേക്സ് സ്കൈ ബ്ലൂ? പിന്നെ നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ കളറിൽ നമുക്ക് അപ്പിയർ ചെയ്യുന്നത്? വൈ ഇസ് ദിസ്
വൈ ഇസ് സ്കൈ ബ്ലൂ ഇൻ കളർ അല്ലെ? അത് നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. വൈ ഡു റെയിൻബോസ് അപ്പിയർ? ഇനി എന്താണ്? ആകാശത്ത് എന്തുകൊണ്ടാണ് മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നത്? ഇതിനെല്ലാം പുറകിൽ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ രഹസ്യത്തെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? സയൻസ് പഠിക്കണം അല്ലെ? സയൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവൂ? ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാകൂ. അങ്ങനെയാണെങ്കിൽ സയൻസ് എന്താണ്? സയൻസ് എന്താണ്? ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ് ആൻഡ് ഒബ്സർവിങ്. നമ്മൾ കാര്യങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ കാര്യങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു രീതി അല്ലെ? ആ രീതിയെയാണ് സയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ രീതിയാണ്, ആ രീതിയെയാണ് സയൻസ് എന്ന് പറയുന്നത്. എക്സ്പ്ലോർസ് ദ സീക്രട്ട് ഓഫ് നേച്ചർ. സയൻസ് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ അല്ലെ, സീക്രട്സ് കണ്ടുപിടിക്കാൻ. ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്ലോർ ദ സീക്രട്സ് ഇൻ നേച്ചർ. നേച്ചറിൽ ഒളിഞ്ഞു കിടക്കുന്ന സീക്രട്സിനെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് എൻകറേജസ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈൻഡിങ് ആൻസേഴ്സ്. അതുപോലെ തന്നെ നമ്മളോട് നമ്മളോട് തന്നെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതിന് ഉത്തരങ്ങൾ കണ്ടെത്താനുമായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു അല്ലെ? നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരാണ്? സയൻസ് ആണ്. അപ്പൊ സയൻസ് പഠിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുക മാത്രമല്ല, പുതിയ പുതിയ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയും ചെയ്യും. അത് കണ്ടെത്താനായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് വർക്ക്. നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെ? ഉദാഹരണത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കിച്ചണിൽ അല്ലെ അമ്മേനെ സഹായിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കാണാല്ലേ മിക്സർ ഗ്രൈൻഡർ. ആ മിക്സർ ഗ്രൈൻഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കണം അല്ലെ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ മിക്സർ ഗ്രൈൻഡർ എങ്ങനെയാണ് ഇങ്ങനെ കറങ്ങുന്നത്, എന്താണ് അതിനെ ഇങ്ങനെ കറക്കാനായിട്ട് സഹായിക്കുന്നത് അല്ലെ? മിക്സർ ഗ്രൈൻഡർ ഇങ്ങനെ കറങ്ങുമ്പോഴല്ലേ അതിനകത്തുള്ള വസ്തുക്കളെല്ലാം ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്നത്. യെസ്. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കണം. ആൻഡ് ഇറ്റ് ഓൾസോ കണക്ട്സ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് നോളജ്. പല കാര്യങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കും അല്ലെ സയൻസ്? പല കാര്യങ്ങൾ ഇപ്പം പ്ലാന്റ്സിനെ പറ്റി നമ്മൾ പഠിക്കും. ഫിസിക്സിൽ നമ്മളിപ്പം ഒരു ബോള് നമ്മൾ മണ്ണിലേക്ക് എറിയുകയാണെങ്കിൽ ആ ബോള് തിരിച്ച് ബൗൺസ് ചെയ്യും അല്ലെ? ആ ബൗൺസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെല്ലാം പിന്നിൽ ഓരോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെ? ആ രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കണം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് സയൻസ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നതെന്ന് മനസ്സിലാകും. ഇനി സയൻസ് ഇസ് എവ്രിവെയർ. സയൻസ് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇപ്പം ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞ മിക്സർ ഗ്രൈൻഡർ കിച്ചണിലാണ് ഇരിക്കുന്നത് അല്ലെ? ഇനി കിച്ചണിൽ പോകണ്ട, നമ്മുടെ ചുറ്റും നിങ്ങൾ ഇരിക്കുന്ന സ്റ്റഡി റൂമിൽ തന്നെ നോക്കിക്കോളൂ. എന്തൊക്കെ ഡിസ്കവറീസ് ആണല്ലേ നിങ്ങളുടെ ചുറ്റുമുള്ളത്. നിങ്ങൾ കുടിക്കുന്ന വാട്ടർ ബോട്ടില്, നിങ്ങൾക്ക് കാറ്റ് തരുന്ന ഫാൻ, അതുപോലെ നിങ്ങളുടെ കയ്യില് നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പോ മൊബൈൽ ഫോൺസോ എന്തിനെ ആയാലും ഒരു ഡിസ്കവറിയാണ് അല്ലെ? ഈ ഡിസ്കവറി ഒക്കെ എങ്ങനെ ഉണ്ടായത്? പലരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായി വന്ന പ്രോഡക്ട്സ് ആണ് അല്ലെ? യെസ്. ഇനി കുക്കിംഗ് സയൻസ്. നമുക്ക് കുക്കിംഗ് എങ്ങനെയാണ് ഒരു സയൻസ് ആണെന്ന് നോക്കാം. കുക്കിംഗ് ഫുഡ് ഇസ് എ ഫൺ വേ ടു എക്സ്പ്ലോർ സയൻസ്. വെൻ വി ഹീറ്റ്, മിക്സ് ആൻഡ് ബേക്ക് ഇൻഗ്രീഡിയൻസ്, we create chemical reactions that transforms flavors and textures leading to delicious meals. അപ്പൊ നമ്മുടെ ഏറ്റവും സ്വാദുള്ള ഭക്ഷണം നമ്മുടെ അമ്മ നമുക്ക് ഉണ്ടാക്കി തരും അല്ലെ? അപ്പൊ നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മള് കുക്കിങ്ങിൽ യഥാർത്ഥത്തിൽ സയൻസ് തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് സയൻസ് ആവുന്നത്? കാരണം നമ്മുടെ ഇൻഗ്രീഡിയൻസ്, കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഹീറ്റ് ചെയ്യും, പിന്നെ അത് മിക്സ് ചെയ്യും അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കും അല്ലെ? ബേക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്യുന്നത് യൂഷ്വലി കേക്ക് ബേക്ക് ചെയ്യുന്നതാണ് പറയുക. മറ്റു വസ്തുക്കളെല്ലാം നമ്മൾ എങ്ങനെ കുക്ക് ചെയ്യുന്നെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ എല്ലാം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത് ആ വേവിക്കുന്ന സമയത്ത് അല്ലെ, നമ്മൾ ആ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻസ് നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നത് അല്ലെ? നല്ല മണവും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം നമുക്ക് കിട്ടും അല്ലെ? അത് എന്തുകൊണ്ടാണ്? അതിനുള്ളിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ഒരു സയൻസ് ഉണ്ടെന്നല്ലേ? there is സയൻസ് അല്ലെ? കുക്കിങ്ങിലും സയൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലേ ഗ്രൗണ്ടിലേക്ക് വരാം.
പ്ലേ ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഈ ബൗൺസിംഗ് ബോൾ ഡെമോൺസ്ട്രേറ്റ് ഫിസിക്സ് ഇൻ ആക്ഷൻ. ബൗൺസിംഗ് ബോൾ ഞാൻ ഓൾറെഡി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞല്ലേ, ബൗൺസിംഗ് ബോൾ. അതായത് നിങ്ങൾ ഒരു ബൗൺസിംഗ് ബോൾ വാങ്ങിച്ചു, അത് താഴേക്ക് എറിയുമ്പോൾ അത് നേരെ ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പൊന്തി പോകും അല്ലെ. അതെന്തുകൊണ്ടാണ്? when we drop a ball, it bounces back due to gravity and energy transfer. ഗ്രാവിറ്റി കാരണമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഗുരുത്വാകർഷണം കേട്ടിട്ടുണ്ടോ? ഗ്രാവിറ്റി ന്യൂട്ടൺ കണ്ടുപിടിച്ചതാണല്ലേ ഗ്രാവിറ്റി. അപ്പൊ ഗ്രാവിറ്റി എന്താണ്? ഈ ഗ്രാവിറ്റി കാരണമാണ്, ഗ്രാവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഗ്രാവിറ്റി കാരണമാണ് ഈ പന്ത് നേരെ ചെന്ന് ഗ്രൗണ്ടിൽ അടിച്ചിട്ട് പൊങ്ങി പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെയും സയൻസിനെ കണ്ടെത്താൻ പറ്റും. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ ചെറിയ പ്ലേ ഗ്രൗണ്ടിൽ പോലും സയൻസ് ഒടുങ്ങിയിരിപ്പുണ്ട് അല്ലെ. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. യെസ്. ഇനി സയൻസ് എന്ന് പറയുന്നത് ഒരു ജിഗ്സോ പസിൽ ആണെന്ന് പറയുന്നത്. നിങ്ങൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും പസിൽ കളിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒരു കുറെ പീസസ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അമ്മ ഇങ്ങനെ നിരത്തിയിട്ട് വരും, എന്നിട്ട് അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഇമേജ് ഫോം ചെയ്യാനായിട്ട് പറയും അല്ലെ. നിങ്ങൾ എപ്പോഴും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ സാരമില്ല. അപ്പൊ നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഒത്തിരി പീസുകളുണ്ട് അല്ലെ. കണ്ടോ, ഓരോന്നും ഓരോ പീസുകളാണ്. ഈ പീസുകളെല്ലാം ഒരുമിച്ചെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഫുൾ ഇമേജ് മനസ്സിലാവുക. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് ഇതുപോലൊരു ജിഗ്സോ പസിലാണെന്നാണ് പറയുന്നത്. ഒത്തിരി അധികം പീസുകളുണ്ട്. ആ പീസുകളെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്താൽ മാത്രമേ നമുക്ക് ആ ഹോൾ ഇമേജ് അല്ലെങ്കിൽ ആ മുഴുവൻ മീനിങ്ങും മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുഴുവനായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ചില സമയം എന്താണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ പഴയ പീസുകൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. Sometimes we need to move an old piece so that new discoveries can change what we knew before. There is no limit to what we can learn in science. Sometimes എന്താ നമ്മൾ ചെയ്യേണ്ടത്, പുതിയ ഡിസ്കവറീസ് വരുമ്പോൾ നമ്മൾ പഴയ പീസുകൾ മാറ്റേണ്ടതായിട്ട് വരും. കാരണം എന്താ, നമുക്ക് പുതിയ എപ്പോഴും ഇൻഫർമേഷൻ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന സമയത്ത് എന്ത് പറ്റും, പഴയ പഠിച്ച കാര്യങ്ങളും പഴയ നമ്മുടെ രീതികള് അല്ലെ പഴയ നമ്മുടെ കണ്ടുപിടുത്തങ്ങള് എല്ലാം നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് പുതിയ കാര്യങ്ങള് നമ്മൾ ഈ പസിലിലേക്ക് കൂട്ടിച്ചേർക്കണം. എന്നാലേ അത് മീനിങ് ഫുൾ ആവത്തുള്ളൂ. ഇപ്പൊ പഴയ കാര്യങ്ങൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അതിന് പിന്നെ ആവശ്യമില്ല. കാരണം പുതിയ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ പഴയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആവും. കാരണം അതിൽ പിന്നെ അർത്ഥമില്ല. കാരണം ആ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം ചിലപ്പോൾ തെറ്റാണെന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അതിനി നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥയായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മൾ പഴയ കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് പുതിയ കാര്യങ്ങളെ നമ്മൾ അല്ലെ പുതിയ പീസസ് നമ്മൾ ഈ പസിലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ സയൻസ് എന്ന് പറയുന്നത് ഒരു പസിൽ ആണെന്നാണ് പറയുന്നത്. പഴയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ പീസുകൾ മാറ്റി വെച്ച് പുതിയ പീസുകൾ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർക്കും. അങ്ങനെ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന പീസുകളെല്ലാം കൂടി ചേർന്ന് നമുക്ക് മുഴുവനായിട്ടുള്ളൊരു ഇമേജ് തരും. Now, joy of discovery. Embracing the excitement of learning science. നമുക്ക് സയൻസ് പഠിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ് അല്ലെ. നമ്മൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത് അല്ലെ. സയൻസ് ഇസ് എ ജേർണി ഓഫ് എൻഡ്ലെസ് എക്സ്പ്ലോറേഷൻ ഫീൽഡ് വിത്ത് സർപ്രൈസസ്. അതായത് നമ്മളിങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ ആണ്, ഒരു തേടലാണ്. നമ്മൾ പല കാര്യങ്ങളുടെയും ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് സയൻസ് അല്ലെ. കാരണം നമ്മൾ എല്ലാത്തിനെയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇമേജിൽ ഒരു കുട്ടി ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചിരിക്കുന്ന കാണാം അല്ലെ. എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ പോവാണ് അല്ലെ. യെസ്, എവറി ക്വസ്റ്റ്യൻ ലീഡ്സ് ടു ന്യൂ ഡിസ്കവറീസ്. ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ചോദ്യമാണെങ്കിലും നിങ്ങൾ അതൊരു ചെറിയ ചോദ്യമായിട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേരൻസിനോടോ ഗ്രാൻഡ് പാരൻസിനോടോ അതിൻ്റെയൊക്കെ മീനിങ് ചോദിക്കാനായിട്ടോ ആൻസേഴ്സ് ചോദിക്കാനോ നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കൂ. അങ്ങനെ ചോദിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ക്യൂരിയോസിറ്റി വളരുന്നതും നിങ്ങൾ ഏറ്റവും നല്ല സയൻസിലെ മിടുക്കന്മാരായിട്ട് വളരുകയും ചെയ്യുന്നത്.
It helps us understand the world and inspiring curiosity about our surroundings. ഇങ്ങനെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വഴിയായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് വഴിയായിട്ടാണ് നമ്മുടെ ക്യൂരിയോസിറ്റി വളരുന്നതും നമ്മുടെ സറൗണ്ടിങ്സിനെ കൂടുതൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതും. അതുകൊണ്ട് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ sciencemagnify25@gmail.com എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ആൻസേഴ്സ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ യൂട്യൂബ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമേസിംഗ് സയൻസ് വീഡിയോസിനായിട്ട് വീണ്ടും കാത്തിരിക്കുക. താങ്ക് യു.